നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 9 വെള്ളിയാഴ്ച, ധനു 25. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ LDF യോഗം ഇന്ന്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPIയും ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് CPIയും വിലയിരുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും യോഗത്തിലുണ്ടായേക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലുകളെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. മേയറെ നിയന്ത്രിക്കാൻ പാർട്ടി ഉണ്ടായില്ലെന്ന് തുറന്നടിച്ച് ചാലയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. LDF ജാഥകളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മുഖ്യ അജണ്ട. LDFന്റെ വടക്കൻ മേഖലാ ജാഥയിൽ പാർട്ടി പ്രതിനിധിയായി രാജ്യസഭാംഗം PP സുനീറിനെയും മധ്യമേഖലാ ജാഥയിൽ P സന്തോഷ് കുമാർ MPയെയും നിയോഗിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ധാരണ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറിന് കുരുക്ക് മുറുകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചതായി സൂചന. കൂടുതൽ വ്യക്തത വരുത്താൻ അൻവറിനെ ED വിളിപ്പിക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അനധികൃത വായ്പ എടുത്തുവെന്നും KFCക്ക് 22 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ടു തട്ടിൽ. ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി. AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വാദം കേൾക്കുക. ഇന്നലെ വാദം കേൾക്കുന്നതിനിടെ മൃഗസ്നേഹികളെ സുപ്രീം കോടതി പരിഹസിച്ചിരുന്നു. നായകളെ തെരുവിൽ നിന്ന് നീക്കം ചെയ്താൽ എലികളുടെ എണ്ണം കൂടുമെന്ന മൃഗസ്നേഹികളുടെ വിചിത്ര വാദത്തെയാണ് കോടതി പരിഹസിച്ചത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സംസ്ഥാനതല ആരോഗ്യ വിദഗ്ധരുടെ സംഘം ഇന്ന് വയനാട്ടിലെത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും. യുവതിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി ബാർ കൗൺസിൽ. ഇന്ന് ചേരുന്ന ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി വിഷയം പരിശോധിക്കും. നടപടികളുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് നൽകും. മലമ്പുഴയിൽ മദ്യം നൽകിയ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ. CWC നടത്തിയ കൗൺസിലിംഗിനിടെയാണ് കുട്ടികൾ ദുരനുഭവം തുറന്നു പറഞ്ഞത്. ലഭിച്ച 5 പരാതികളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ആധാറിന് പുതിയ ഔദ്യോഗിക ലോഗോ ഉദയ് എന്ന പേരിൽ. പുതിയ ലോഗോ ഡിസൈൻ ചെയ്ത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുൽ. 24നോട് സന്തോഷം പങ്കുവച്ച് അരുൺ ഗോകുൽ. ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കാനെന്ന വ്യാജേന യുവാക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസും വിജിലൻസും. 6,60,000 രൂപ കൈക്കൂലി വാങ്ങിയ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 പേരെ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പണം വാങ്ങിയത്. കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കൗൺസിലറും കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവുമായ KC ശോഭിത. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പാറോപ്പടിയിലെ തോൽവിയിൽ തന്നെയും കുടുംബത്തെയും ചിലർ വേട്ടയാടുന്നുവെന്ന് ശോഭിത. കൂടത്തായി കൊലപാതക പരമ്പരയെ ആസ്പദമാക്കിയുള്ള വെബ് സീരീസിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി ജോളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. OTT പ്ലാറ്റ്ഫോമിലാണ് വെബ് സീരീസ് റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 95,000-ലധികം പേർ. തിരക്ക് വർദ്ധിക്കുന്നതിനാൽ പമ്പയിലും നിലയ്ക്കലിലും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ചോദിച്ച് ഹൈക്കോടതി. നിലവിൽ ദേവസ്വം ബോർഡ് നൽകിയ കണക്കിൽ തൃപ്തിയില്ല എന്ന് കോടതി. വരവ് ചെലവ് കണക്ക് നൽകാൻ കൂടുതൽ സാവകാശം നൽകാൻ കഴിയില്ല എന്നും ഡിവിഷൻ ബെഞ്ച്. ആം ആദ്മി പാർട്ടിയുടെ കേരള നേതാക്കളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും ഇന്ന് പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ കെജ്രിവാളിന്റെ വസതിയിലായിരിക്കും കൂടിക്കാഴ്ച. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തേടും. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച തുക KPCCക്ക് കൈമാറുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ ഭാഗമാകും. 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നൽകുമെന്നും OJ ജനീഷ്. കാസർഗോഡ് കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയ കേസിലെ പ്രതി വീണ്ടും തിരിച്ചെത്തി. നിരവധി കേസുകളിൽ പ്രതിയായ കാസർഗോഡ് പാവൂർ സ്വദേശി അബ്ദുൽ ബഷീറിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കഴിഞ്ഞ ദിവസം പോലീസ് രാത്രികാല പരിശോധന നടത്തുന്നതിനിടെ പാവൂരിൽ വെച്ചാണ് ബഷീറിനെ കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാന വ്യാപകമായി ക്വാറി ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ക്വാറികളിൽ നിന്ന് നിയമവിരുദ്ധമായി പിഴ ഈടാക്കി ഇതര സംസ്ഥാന ലോബികളെ സർക്കാർ സഹായിക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധം. ഈ മാസം 26 മുതൽ ക്വാറികളും ക്രഷറുകളും പ്രവർത്തനം നിർത്തിവെക്കും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ഡയറ്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന എക്യുപ് 2026 പദ്ധതിയുടെ പ്രകാശനം നടന്നു. ജില്ലയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മികവ് ഉയർത്തുന്നതിന് തയ്യാറാക്കിയ ചോദ്യ ബാങ്കിന്റെ പ്രകാശനമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കുറുവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ പേവാർഡിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും നിർമ്മാണം പൂർത്തിയായി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നവീകരണം. രോഗികൾക്കായി 8 മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ MG യൂണിവേഴ്സിറ്റി അലൂമിനി അസോസിയേഷനും MG യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കോൺക്ലേവ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. വിദ്യാഭ്യാസ വിദഗ്ധർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വെല്ലുവിളികളും ഭാവി സാധ്യതകളും ചർച്ചയാകും. മകരജ്യോതി ദർശന സ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. മകരജ്യോതി ദർശന ഇടങ്ങളായ പഞ്ഞിപ്പാറ, ഇലവുങ്കൽ, നെല്ലിമല, അട്ടത്തോട് എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിക്കും. കാർ യാത്രക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കേസിൽ 1ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് അടൂർ കൊടുമൺ സ്വദേശി ഷാജി. അടൂരിൽ നിന്നും മണ്ണടി ഭാഗത്തേക്ക് കാറിൽ പോവുകയായിരുന്ന യാത്രക്കാരനെ മർദ്ദിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയായിരുന്നു. മലപ്പുറത്ത് വാഹനാപകടത്തിൽ പഞ്ചായത്ത് അംഗം മരിച്ചു. മങ്കട പഞ്ചായത്ത് 4ാം വാർഡ് അംഗം നസീറ CP ആണ് മരിച്ചത്. കോഴിക്കോട് തൊണ്ടയാട് ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. 3 ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് തളിപ്പറമ്പിലെ റോളിഷ് കഫേ എന്ന സ്ഥാപനത്തിന് 20,000 രൂപ പിഴ ചുമത്തി. തിരുവനന്തപുരത്ത് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ MDMA-യുമായി എത്തിയ യുവാവ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആനയാർ സ്വദേശി ആകാശ് കൃഷ്ണ പിടിയിൽ. സംസ്ഥാന സർക്കാർ വനിതാ സംരംഭകർക്കുൾപ്പെടെ മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 40 വ്യവസായ പാർക്കുകൾക്ക് സർക്കാർ അനുമതി നൽകിയെന്നും മന്ത്രി. സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്കിന്റെ ഉദ്ഘാടനം പാലക്കാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം കുടുങ്ങിയ സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി യുവതിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്തയച്ച് പ്രിയങ്ക ഗാന്ധി MP. ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആവശ്യം. വയനാട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ M-Fiesta 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്രകലാ സാഹിത്യോത്സവത്തിന് ഇന്ന് തുടക്കം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പ്രചാരണാർത്ഥം മേപ്പാടിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ജില്ലാ ശിശുക്ഷേമ സമിതി, ലൈബ്രറി കൗൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് SIR വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരല്ലെങ്കിൽ ഉടൻ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം EROയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KK രാമചന്ദ്രൻ മാസ്റ്ററുടെ ചരമദിനത്തിൽ വയനാട് DCC അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക് പുഷ്പാർച്ചന നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ കോൺഗ്രസിന്റെ മാർഗദർശിയായിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് TJ ഐസക്
അനുസ്മരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ചരിത്ര വിജയം ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ കേരള ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഡെൻമാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി നോർക്ക റൂട്ട്സും ഡെൻമാർക്ക് മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസും തമ്മിലുള്ള കരാറിന് അംഗീകാരം. മുഖ്യമന്ത്രി ഓഫീസ് ചേംബറിൽ നടന്ന ചടങ്ങിൽ ഡെൻമാർക്കിലെ മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസ് ഡെപ്യൂട്ടി പെർമനന്റ് സെക്രട്ടറി കിർസ്റ്റൻ ഹാൻസനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരിയും പങ്കെടുത്തു. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് SYS യൂത്ത് ഗ്യാതറിംഗ് സംഘടിപ്പിച്ചു. സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് ലോഗോ പ്രകാശനം ചെയ്തു. സ്കൂൾ തല മത്സരങ്ങളുടെ ലോഗോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും കോളേജ് തല മത്സരങ്ങളുടെ ലോഗോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവും പ്രകാശനം ചെയ്തു. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് മത്സരങ്ങൾ ഈ മാസം 12 മുതൽ ആരംഭിക്കും. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ തീരുമാനം. ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഫെഫ്ക ടെപ്പിംഗ് യൂണിയൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രഞ്ജിത്ത് ലളിതം പ്രസിഡന്റായും സുജീഷ് ഷമ്പാടി സെക്രട്ടറിയായും ജോർജ് ചാന്ദ്യം ട്രഷററായും സ്ഥാനമേറ്റു. ഇവരുൾപ്പെടുന്ന 15-അംഗ കമ്മിറ്റിയാണ് ഇനി ഫെഫ്ക ഡബ്ബിംഗ് യൂണിയനെ നയിക്കുക. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാൻ യോഗം. സംഘടനാ ഭാരവാഹികളെയും സന്നദ്ധ പ്രവർത്തകരുടെയും യോഗം ഇന്ന് എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. സൈനിക റെസ്റ്റ് ഹൌസിൽ കെയർടേക്കർ നിയമനം നടത്തുന്നതിനായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ അപേക്ഷകർ നാളെ വൈകിട്ട് 4:30 മുമ്പ് തിരുവനന്തപുരം സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ബയോടെക്നോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ. പത്തനംതിട്ട മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് നെടുമ്പ്രയാർ കടവിലും കിഴക്കടത്ത് പുരയിടത്തിലുമായി കൺവെൻഷൻ സംഘാടക സമിതി അനുവദിക്കുന്ന സ്റ്റാളുകൾ നടത്തുന്നതിന് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അവസാന തീയതി ഇന്ന്. ഇടുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ആരംഭിക്കുന്ന ഇടുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ആരംഭിക്കുന്ന PSC അംഗീകൃത കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടി. ഈ മാസം 15 വരെ അപേക്ഷ നൽകാം. യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കുമായി തൊഴിൽ പരിശീലനത്തിന് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്ക് 0477 2230 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ആലപ്പുഴ കളക്ടറേറ്റിലെ ക്യാൻറ്റീൻ 1 വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നതിനായി കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. പശ്ചിമബംഗാളിലെ ED റെയ്ഡിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിഷേധത്തിന് നേതൃത്വം നൽകും. തൃണമൂൽ കോൺഗ്രസിന്റെ IT വിഭാഗം മേധാവി പ്രദീപ് ജെയിന്റെ വീട്ടിലും ഓഫീസിലുമാണ് ED മിന്നൽ റെയ്ഡ് നടത്തിയത്. SIR ഹിയറിംഗിനായി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് പശ്ചിമബംഗാളിലെ ഉത്തർ ദിനാജ്പൂർ ജില്ലയിൽ ആത്മഹത്യ. വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് 60-കാരൻ ബബ്ലു പാൽ. ജാർഖണ്ഡിൽ ശൈത്യതരംഗം ശക്തമായതിനെ തുടർന്ന് റാഞ്ചിയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. നാളെ വരെയാണ് അവധി. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചത്. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 7 കിലോയിലധികം വരുന്ന ഹെറോയിൻ പിടികൂടി. പിന്നിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണികൾ. അന്താരാഷ്ട്ര വിപണിയിൽ 15 കോടിയോളം വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഉദ്ഘാടനം ചെയ്തു. മേഖലയിൽ ഡിജിറ്റലൈസേഷൻ, സുതാര്യത, കാര്യക്ഷമത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വെബ്സൈറ്റ്.
തമിഴ്നാട്ടിലെ 1 മുതൽ 5 വരെ ക്ലാസുകളിലേക്കുള്ള പുതിയ കരിക്കുലത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. 2027-28 അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്ന തരത്തിലാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത്. വനിതാ ശിശു വികസനത്തിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംയോജിത ഡിജിറ്റൽ പോർട്ടൽ പൻകുടി ആരംഭിച്ചു. നടപടി വനിതാ ശിശു വികസനത്തിനായുള്ള സംരംഭങ്ങളിൽ ഏകോപനം, സുതാര്യത എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട്. ചെന്നൈ രാധാനഗറിലെ റെയിൽവേ സബ്വേ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. ടോംപേട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലാണ് സബ്വേ നിർമ്മിച്ചിട്ടുള്ളത്. മുംബൈയിലെ ഘാട്ട്കൂപ്പർ വെസോവ മെട്രോ ലൈനിലെ സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്കായി സാനിറ്ററി പാഡുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി സർക്കാർ. സിറോണ കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. അറബിക്കടലിൽ മത്സ്യത്തൊഴിലാളികളെ ആക്രമിച്ച് 110 ഗ്രാം സ്വർണ്ണമാല മോഷ്ടിച്ച 2 പേരെ മുംബൈ പോലീസ് പിടികൂടി. ഡിസംബർ 16-ന് മുംബൈ തീരത്ത് നിന്ന് 65 നോട്ടിക്കൽ മൈൽ അകലെ നടന്ന സംഭവത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ബി.ജെ.പിയെ കടന്നാക്രമിച്ച് MNS തലവൻ രാജ് താക്കറെ. മുംബൈ കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ മറാഠികളുടെ കരുത്തില്ലാതാകും. മുംബൈയെ മഹാരാഷ്ട്രയിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലുള്ളതെന്നും രാജ് താക്കറെ. മോഷണം പോയ 2,80,00,000 രൂപയുടെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തി തെലങ്കാന പോലീസ്. 1039 ഫോണുകളാണ് തെലങ്കാന മൽക്കജ്ഗിരി പോലീസ് കണ്ടെത്തി ഉടമകൾക്ക് കൈമാറിയത്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിനെതിരെ വിമർശനവുമായി വിടുതലൈ സിരുത്തൈ കക്ഷി അധ്യക്ഷൻ തിരുമാവലവൻ. മധുര കാർത്തിക ദീപം കേസിലെ വിധി പ്രദേശത്തെ മതസൗഹാർദ്ദം തകർക്കുന്നുവെന്ന് പ്രതികരണം. തമിഴ്നാട് സർക്കാരിന്റെ പൊങ്കൽ കിറ്റുകളുടെ വിതരണം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. ആളന്തൂരിലായിരുന്നു ഉദ്ഘാടന പരിപാടി. റേഷൻ കാർഡിന് 3000 രൂപ വീതവും കിറ്റിനൊപ്പം നൽകുന്നുണ്ട്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിന്മാറ്റം അമേരിക്കയുടെ താൽപര്യങ്ങൾക്കും പരമാധികാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം നേരിടുന്ന നൈജീരിയൻ മുൻ അറ്റോർണി ജനറൽ അബൂബക്കർ മലാമിക്കും ഭാര്യയ്ക്കും മകനും ജാമ്യം അനുവദിച്ച് നൈജീരിയൻ കോടതി. മലാമിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് $6 മില്യൺ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം. സൊമാലിയൻ സർക്കാരിനുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചതായി അമേരിക്ക. നടപടി വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വെയർഹൌസ് സൊമാലിയയിലെ ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി ആരോപിച്ചു. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകാരനായ ശതകോടീശ്വരൻ ചെൻ ഷിയെ ചൈനയ്ക്ക് കൈമാറിയതായി കംബോഡിയ. മാസങ്ങൾ നീണ്ടുനിന്ന സംയുക്ത അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ചെൻ ഷി അറസ്റ്റിലായത്. അഴിമതി ആരോപണം നേരിടുന്ന ഘാന മുൻ ധനമന്ത്രി കെൻ ഒട്ടോറി അട്ട അമേരിക്കയിൽ കസ്റ്റഡിയിൽ. ഒട്ടോറി അട്ടയെ കൈമാറണമെന്ന് ഘാന. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒട്ടോറി അട്ടയുടെ അഭിഭാഷകൻ. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അപൂർവ മൂലകങ്ങൾ ഉൾപ്പെടെ ജപ്പാനിലുള്ള വിവിധ ചരക്കുകളുടെ കയറ്റുമതി നിരോധിച്ച് ചൈന. ചൈനയെ പ്രകോപിപ്പിച്ചത് തായ്വാനെക്കുറിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ. അമേരിക്കയിൽ കാറിൽ നിന്നിറങ്ങാൻ വിസമ്മതിച്ച സ്ത്രീയെ കൊലപ്പെടുത്തി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ. കൊലപാതകം മിന്നിസോട്ടയിലെ പ്രധാന സിറ്റിയായ മിനിയാപോളിസിൽ. FBI അന്വേഷണം ആരംഭിച്ചു. $7 മില്യൺ വിലമതിക്കുന്ന കൊക്കൈൻ കടത്തിയതിന് 2 ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാർ ഇന്ത്യാനയിൽ അറസ്റ്റിൽ. പിടിയിലായത് ഗുർപ്രീത് സിംഗ്, ജസ്വീത് സിംഗ് എന്നിവർ. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. 5 വർഷമായി ചൈനീസ് കമ്പനികളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഒഴിവാക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം. സർക്കാർ പദ്ധതികളുടെ കരാറുകളിൽ ചൈനീസ് കമ്പനികൾക്കും അവസരം നൽകും. 2020 ചൈനീസ് അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങളാണ് വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചത്. ഇന്ത്യയിൽ വാണിജ്യ വിമാനങ്ങൾ നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയായ എംപ്രയറുമായി കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ. ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന ചെറു വിമാനങ്ങളാണ് നിർമ്മിക്കുക. ശൈത്യകാലാവസ്ഥയെ തുടർന്ന് കാപ്പിയുടെ ഉണക്ക് കുറഞ്ഞാൽ ഗുണത്തെയും വിലയെയും ബാധിക്കുമെന്ന്
കർഷകർക്ക് കോഫി ബോർഡിന്റെ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് 12 ദിവസമെങ്കിലും ഉണക്കൽ ആവശ്യമാണെന്ന് കോഫി ബോർഡ്. നോക്കാമിനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ആഴ്സണൽ സൂപ്പർ പോരാട്ടം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡ് ഫൈനലിൽ. സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ബേൺമൌത്ത് താരം സെമന്യോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ. 2031 വരെയാണ് കരാർ. ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടം PSG-ക്ക്. ഫൈനലിൽ മേഴ്സിയെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് 3ാം ജയം. ചണ്ഡീഗഡിനെ 63 റൺസിന് തകർത്തു. സെഞ്ചുറി നേടിയ ആര്യനന്ദയാണ് കേരളത്തിന് മിന്നും ജയം ഒരുക്കിയത്. ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിൽ തിലക് വർമ്മ കളിച്ചേക്കില്ല. വിജയ് ഹസാരെ ട്രോഫിക്കിടെ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തിലക് വർമ്മയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ജനനായകന് പിന്നാലെ ശിവകാർത്തികേയൻ അഭിനയിച്ച പരാശക്തി റിലീസും പ്രതിസന്ധിയിൽ. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. 15 കട്ടുകൾ കൂടി വേണമെന്ന് സെൻസർ ബോർഡ്. വഴങ്ങില്ല എന്ന് സംവിധായിക സുധാ കൊങ്കര. എപ്രിൽ ഷൈൻ ചിത്രം സ്പാ ഫെബ്രുവരിയിൽ റിലീസിനെത്തും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നിഖില വിമലിനോടൊപ്പം ഹക്കീം ഷാജഹാൻ, രമേശ് പിഷാരടി, അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഷെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന പെണ്ണ് കേസ് നാളെ തിയേറ്ററുകളിലെത്തും. ഇർഷാദ് അലി, അഖിൽ കവലിയൂർ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. സൈജു കുറുപ്പിന്റെ ഫാമിലി എന്റർടൈനർ മോഹിനിയാട്ടം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽ വരുന്ന മേർഡർ മിസ്റ്ററിയാണ് മോഹിനിയാട്ടം എന്ന സൂചനയാണ് മോഷൻ പോസ്റ്ററിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം ദ രാജാ സാബ് ഇന്ന് തിയേറ്ററുകളിൽ. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ ചിത്രമായി പ്രദർശനത്തിനെത്തുന്ന രാജാ സാബ് പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ TJ വിശ്വപ്രസാദാണ് നിർമ്മിക്കുന്നത്. നോക്കാമിനി ഫാക്ട് ചെക്ക്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ LDF സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് CPM നേതാവ് PK ശ്രീമതി സമ്മതിച്ചു എന്ന വാദത്തോടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ വാചകങ്ങൾ എഡിറ്റ് ചെയ്താണ് വ്യാജ പ്രചാരണം. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കും. അടുത്ത മാസം 19, 20 തീയതികളിൽ നടക്കുന്ന ഫ്രാൻസ് AI ആക്ഷൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് സന്ദർശനം. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ നഗരത്തിലെ പലയിടത്തും തീപിടുത്തമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ 500% വരെ പിഴത്തീരുവ ചുമത്താൻ ലക്ഷ്യമിടുന്ന ബിൽ അടുത്തയാഴ്ച അമേരിക്കൻ സെനറ്റിൽ അവതരിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ബില്ലിന് അംഗീകാരം നൽകിയതായി റിപ്പബ്ലിക്കൻ സെനറ്റർ ലിസൻഡെ ഗ്രഹാം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. മണിപ്പൂരിൽ മയക്കുമരുന്ന് കടത്തുകാരെയും മാവോയിസ്റ്റുകളെയും ലക്ഷ്യമിട്ട് പരിശോധന. സോങ്ജാങ് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ആയുധശേഖരം കണ്ടെത്തി. സിറിയയിൽ സർക്കാർ സൈന്യവും കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസും തമ്മിലുള്ള സംഘർഷം രൂക്ഷം. ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്ന് ആലപ്പോയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. ഗ്രീൻലൻഡിനെ അമേരിക്കയിലേക്ക് കൂട്ടിച്ചേർക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം പണം നൽകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഗ്രീൻലൻഡിലെ ജനതയ്ക്ക് $10,000 മുതൽ $1,00,000 വരെ ഒറ്റത്തവണ പേയ്മെന്റായി നൽകാനാണ് നീക്കം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും 6 സുരക്ഷാ ഉദ്യോഗസ്ഥരും. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 2260 പേർ. അമേരിക്ക പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പലുകളിൽ 3 ഇന്ത്യക്കാരുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് വെനസ്വേലയിൽ നിന്നും എണ്ണ കടത്തിയ കപ്പലായ മറിനേരയിലാണ് 3 ഇന്ത്യക്കാർ ഉള്ളതായി കണ്ടെത്തിയത്. മൊത്തം 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.